സുഹൃത്തെ, ഓരോ മനുഷ്യരും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മഹത്വത്തെ പറ്റിയും അവരുടെ ചരിത്രവും പെർഫോമൻസുകളും മാത്രം. അങ്ങനെ തന്നെയാണ് അവരെ സമൂഹവും പഠിപ്പിച്ചത്. സ്വന്തം മഹത്വത്തെ പറ്റിയും കഴിവുകളെ പറ്റിയും അവർക്കെന്നും അന്യമായിരുന്നു. ഇവിടെ നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള നിഗൂഢതകളും അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധിയും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോയിലൂടെ ആ അമൂല്യമായ ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മളിൽ കേന്ദ്രീകൃതമാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ മഹത്വവും ക്രിയേറ്റിവിറ്റിയുമാണ് നമ്മളെ ഉന്മേഷവാന്മാരും ആർജവമുള്ളവരും ആക്കുന്നത്. ഇവിടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ആയിത്തീർന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അത് പല മേഖലയിലുള്ള വ്യക്തികളാകാം, സെലിബ്രിറ്റികൾ, രാഷ്ട്രത്തലവന്മാർ, ബിസിനസ് മാഗ്നറ്റുകൾ. മറ്റുള്ളവരുടെ വികാര വിക്ഷോഭങ്ങൾ പോലും നമ്മുടേതാക്കി തീർന്നിരിക്കുന്നു. ക്രമേണ മറ്റുള്ളവരുടെ വ്യക്തിത്വം നമ്മുടെ കേന്ദ്രത്തിലേക്ക്, അതായത് നമ്മുടെ ഇന്നർ കോറിലേക്ക് പ്രവേശിക്കുകയും അവിടെ നമ്മൾ വെറുമൊരു കാർബൺ കോപ്പിയായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ കേന്ദ്രത്തിലുള്ള സിംഹാസനത്തിൽ മറ്റുള്ളവർ രാജാവായി വാഴുന്നു. നമ്മൾ ഒരു ഭൃത്യനെ പോലെ അല്ലെങ്കിൽ ഒരു ഭടനെ പോലെ അവരുടെ ആജ്ഞകൾക്കായി കാത്തു നിൽക്കുന്നു. ഇതുപോലെ വിവിധ ഇനം വിഷയങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുകയും നമ്മൾ എന്ന യാഥാർത്ഥ്യം അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഒരു ദുരന്ത ഭൂമിയായി മാറുന്നു. പ്രിയരെ, വളരെ ദുഃഖകരവും നിർഭാഗ്യകരവുമായ കാര്യമാണ് നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല. കാരണം നമ്മുടെ ഉപബോധ മനസ്സ് തെളിമയുള്ളതാവണമെങ്കിൽ ബോധമനസ്സിലെ നമ്മളല്ലാത്ത മറ്റെല്ലാ ചിന്തകളും അപ്രത്യക്ഷമാണ്. ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. നമ്മുടെ അകത്തളങ്ങളിൽ മറ്റാർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് പോലും കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും, ദൈവം നമ്മളുടെ ഉള്ളിൽ വസിക്കേണ്ടവനല്ലേ എന്ന് ചിന്തിക്കും. തെറ്റാണത്. കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു അസംബന്ധം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാത്രമാണ് നമ്മളുടെ അതോറിറ്റി. ദൈവം എന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഒരു വ്യക്തിയെ പോലെയാണ്. മറ്റൊന്നും നമ്മളിലേക്ക് പ്രവേശിക്കാതെ നമ്മുടെ തന്നെ ബോധവുമായി പൊരുത്തപ്പെടുക. നമ്മുടെ അസ്തിത്വത്തിന് മറ്റെല്ലാം അന്യമായതാണ്. പക്ഷെ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് ബന്ധങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ശരിയാണ്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരോടൊപ്പം വെറുതെ ഒഴുകുക മാത്രം ചെയ്യുക, അതിൽ ഭൗതികമായ കാര്യങ്ങൾ അനായാസം ചെയ്യുക, സാമ്പത്തികമായ കാര്യങ്ങളും ഉത്തരവാദിത്വ സംബന്ധമായ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും അത് നിങ്ങളുടെ കേന്ദ്രത്തിൽ മുറിവേൽപ്പിക്കാത്ത വിധം ചെയ്യുക. അത് ഒരു ബാഹ്യതലത്തിൽ മാത്രം. കാരണം അങ്ങനെയുള്ള ഇടപാടുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. നിങ്ങൾ ഒന്നിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കും ഒളിച്ചോടേണ്ടതില്ല. എന്തുകൊണ്ട് നിങ്ങൾ ബാഹ്യതലത്തിലെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കേന്ദ്രത്തിന് പരിക്കേൽക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഇതാണ് കാരണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അമിതമായ ചിന്തകൾ നിങ്ങളിലേക്ക് വരും. ഞാൻ അത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ല, അത് ചെയ്യേണ്ടതായിരുന്നു. എന്തെങ്കിലും ചെയ്തതിന് ശേഷം
അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മഹത്വം നിങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുക. അവരോട് ഉള്ളിൽ മിതമായ രീതിയിൽ ഒരു നന്ദി മാത്രം. കൂടുതൽ ആയാൽ നിങ്ങളുടെ കേന്ദ്രത്തിൽ അത് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളെ അലോസരപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ സ്ഥായിയായ ഭാവം കേന്ദ്രത്തിനോടൊപ്പം ആയിരിക്കണം. പുറമേക്ക് എല്ലാം ചെയ്യുകയും വേണം. എന്ത് ചെയ്താലും അതിന് ദീർഘകാലത്തേക്ക് ഓർമ്മ വയ്ക്കരുത്. അത് വെറുതെ മറന്നു കളയുക. വീണ്ടും വീണ്ടും മുന്നോട്ട് ഒഴുകുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.